മോദിക്കെയറിൽ വന്നിട്ട് ഇനി പുതിയ ഭാഷ പഠിക്കണമെന്നൊന്നും ചിന്തിക്കേണ്ട. ഇവിടെ ഭാഷ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല, എല്ലാ മേഖലയിലും എല്ലാ മേഖലയിലുള്ള ആളുകൾ തമ്മിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട്, അതായത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങൾ അല്ലെങ്കിൽ പറയാൻ വേണ്ടി സമയമെടുക്കുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അവർ ചുരുങ്ങിയ ചില പദങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് പറയാൻ വേണ്ടി 1 സെക്കൻഡിൽ 1 MB നമുക്ക് ലഭിക്കുന്ന സ്പീഡ് എന്ന് ഉദ്ദേശിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ 1 സെക്കൻഡിൽ 500 KB നമുക്ക് ലഭിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? 500 kbps അല്ലെങ്കിൽ 1 Mbps എന്ന് ഉപയോഗിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ചെറിയ പദം കൊണ്ട് നമ്മളുടെ ആ ഒരു കാര്യം അവിടെ വ്യക്തമാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ മറ്റൊരു എക്സാമ്പിൾ, റേഷൻ കടയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഞാൻ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളാണ്, ഞാൻ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ള ആളാണെന്ന് പറയുന്നതിന് പകരം നമ്മൾ അവിടെ എന്ത് പറയാറുണ്ട്? APL അല്ലെങ്കിൽ BPL എന്ന് പറഞ്ഞൊരു പദം ഉപയോഗിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പദം എന്ത് ചെയ്യുന്നു? നമുക്ക് ഈ പറയുന്ന പോലെ പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും കാര്യം മനസ്സിലാവുന്നുണ്ട് അല്ലേ. അതായത് ഇപ്പോൾ ഡോക്ടേഴ്സ് മെഡിക്കൽ ഫീൽഡിലേക്ക് എടുത്ത് നോക്കി അവരുടെ മെഡിക്കൽ ടേംസ് അവർ കുറച്ച് ഉപയോഗിക്കാറുണ്ട്, അവർക്ക് മാത്രം മനസ്സിലാവുന്ന കുറച്ച് ടേംസ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ അഡ്വക്കേറ്റ്സ്, സെയിൽസ്, മാർക്കറ്റിംഗ്, ഈവൻ പാചകത്തിലും അല്ലേ പല കാര്യങ്ങളിലും ഓരോ ടേംസ് അവർ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ എന്താണ്, മോദിക്കെയറിലും കുറച്ച് പദങ്ങളുണ്ട്. നമ്മുടെ അപ്ലയൻസ് നമ്മളോട് പറയുന്നതും അതുപോലെ തന്നെ കമ്പനി മാസം പുതിയ എക്സൈറ്റിംഗ് ഓഫേഴ്സ് ഒക്കെ ഇറക്കാൻ നേരത്ത് അതിൻ്റെ പോസ്റ്ററിലൊക്കെ കാണുന്ന കുറച്ച് പദങ്ങളുണ്ട്. അതായത് ഞാൻ പറയുന്നത് ഏറ്റവും അടിസ്ഥാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു 5 പദങ്ങൾ നമുക്ക് വളരെ എളുപ്പത്തിലാണ് മനസ്സിലാക്കി എടുക്കാം. സോ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് സൽമാൻ ബഷീർ. വെൽക്കം ടു ദ 1% ക്ലബ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഓൾറെഡി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് ടോപ്പിക്കിലേക്ക് വേഗം പോകണമെന്നുണ്ടെങ്കിൽ എവിടെയോ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ എന്നൊരു ബട്ടൺ ഉണ്ടാവും. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കിലേക്ക് വേഗം ജമ്പ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന പദം മറ്റൊന്നുമല്ല, ദാറ്റ് ഇസ് MRP. MRP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാക്സിമം റീറ്റെയിൽ പ്രൈസ്. നമുക്ക് അറിയാവുന്നത് തന്നെ മാക്സിമം റീറ്റെയിൽ പ്രൈസ്. അപ്പോൾ ഈ ഓരോ പദങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ മോദിക്കാരൻ്റെ ഒരു പ്രൊഡക്റ്റ് എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, മോദിക്കാരൻ്റെ എവർഗ്രീൻ മോസ്റ്റ് സെല്ലിംഗ് അതോടൊപ്പം തന്നെ മോസ്റ്റ് ഫേമസ് പ്രൊഡക്റ്റ് ആയ ബിയോണ്ട് ബ്ലൂ പവർഫുൾ ലിക്വിഡ് ടോയ്ലറ്റ് ക്ലീനറാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് വൺ MRP ഞാൻ പറഞ്ഞ പോലെ നമ്മൾ സംസാരിച്ച പോലെ മാക്സിമം റീറ്റെയിൽ പ്രൈസ്. അതായത് ഈ ഉൽപ്പന്നത്തിൻ്റെ MRP എവിടെ കാണാൻ സാധിക്കും? ഈ ഉൽപ്പന്നത്തിൻ്റെ ബോട്ടിൽ അല്ലെങ്കിൽ പാക്കിൽ പ്രിന്റ് ചെയ്ത് വരുന്ന പ്രൈസ് ആണ് MRP എന്ന് പറയുന്നത്. സോ നമ്മൾ ഫസ്റ്റ് ടേം പഠിച്ചു കഴിഞ്ഞു MRP. യെസ്, വെരി ഗുഡ്. ഇനി അടുത്ത ടേമിലേക്ക് പോകാൻ, ദാറ്റ് ഈസ് CP ഓർ കൺസൾട്ടന്റ് പ്രൈസ്. അപ്പോൾ കൺസൾട്ടന്റ് പ്രൈസ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? മോദിക്കെയർ കൺസൾട്ടൻസിന് ഈ പ്രൊഡക്റ്റ് ലഭിക്കുന്ന വിലയാണ് CP കൺസൾട്ടന്റ് പ്രൈസ് അല്ലേ. മോദിക്കെയറിൽ മെമ്പർഷിപ്പ് എടുത്തവർക്ക് ഇതേ പ്രൊഡക്റ്റ്, ഇപ്പോൾ ഞാൻ കാണിച്ച പ്രൊഡക്റ്റ് ബിയോണ്ട് ബ്ലൂവിന് MRP 154 ആയിരുന്നു. ഇതേ പ്രൊഡക്റ്റ് മോദിക്കെയറിലെ മെമ്പർഷിപ്പ് ഉള്ള നമ്പർ ഉള്ളവർക്ക് എന്ത് ലഭിക്കുന്നു? ഈ പ്രൊഡക്റ്റ് 160 രൂപയ്ക്ക് ലഭിക്കുന്നു. ആ 160 ഇതിൻ്റെ CP എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മളൊരു സുഹൃത്തിൻ്റെ അടുത്ത് നിന്നിട്ട് നമ്മൾ അപ്ലൈൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുകയാണ്, ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് കിട്ടുന്ന എത്രയാണ്, നമ്മുടെ വില എത്ര, നമുക്ക് കിട്ടുന്ന വില എത്രയാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാം? ഈ പ്രോഡക്റ്റിൻ്റെ CP എത്രയാണ്, CP ഒന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അതായത് നമ്മൾ പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും സംഭവം മനസ്സിലായിട്ടല്ലേ, വളരെ ചുരുക്കത്തിലൊരു പദം ഉപയോഗിച്ചുകൊണ്ട്. സോ അതാണ് CP. അങ്ങനെ അതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വെരി ഗുഡ്. ഇനി നമുക്ക് അടുത്ത പദത്തിലേക്ക് കടക്കാം. ദാറ്റ് ഈസ് BV അഥവാ ബിസിനസ് വോളിയം. BV ഓർ ബിസിനസ് വോളിയം. ഞാൻ പറയുന്നത് ഈ 5 പദത്തിൽ ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പദമാണ് BV എന്ന് പറയുന്നത്, ബിസിനസ് വോളിയം എന്ന് പറയുന്നത്. കാരണം ഈ ഒരു പദം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾക്കും, അതായത് അതിൻ്റെയൊക്കെ 90% ബേസ് നിങ്ങൾക്ക് ഈ ഒറ്റ പദത്തിൽ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ഒരു പദം നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. BV അഥവാ ബിസിനസ് വോളിയം. ആദ്യം തന്നെ ഈ BV ബിസിനസ് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബിസിനസ് മോദിക്കെയർ കമ്പനി അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ബിസിനസ് വോളിയം എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ബിസിനസ് എത്രയാണ്, നമ്മൾ ഈ ഒരു മാസം എത്ര ബിസിനസ് ചെയ്തു എന്ന് അളക്കാൻ വേണ്ടിയിട്ട് കമ്പനി ഉപയോഗിക്കുന്ന ഒരു പദമാണ് ബിസിനസ് വോളിയം. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ സ്കൂളിൽ എക്സാം ഒക്കെ എഴുതുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? മാർക്ക് കിട്ടാറുണ്ട് അല്ലേ, അല്ലെങ്കിൽ ഗ്രേഡ് കിട്ടാറുണ്ട്. അപ്പോൾ ഈ മാർക്കും ഗ്രേഡൊക്കെ എന്താണ് അവിടെ സൂചികയായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്? നമ്മളുടെ പഠനത്തിൻ്റെ ലെവൽ എത്രയാണ്, ഇത്ര
എത്ര ഡെവലപ്പ് ചെയ്യേണ്ട അല്ലെങ്കിൽ എത്രയാണ് ഒരു അളവ് അല്ലേ, നമ്മളൊരു അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടേമാണ് മാർക്ക്. അതുപോലെ തന്നെ മോദികെയർ കമ്പനി നമ്മൾ ബിസിനസ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ബിസിനസ് വോളിയം. സോ ഈ ബിസിനസ് വോളിയം എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? ഫസ്റ്റ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം എങ്ങനെയാണ് ഈ ബിസിനസ് വോളിയം ലഭിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ മോദികെയറിൽ മെമ്പർഷിപ്പ് എടുത്തൊരു വ്യക്തിയാണ്. അതായത് എനിക്ക് സ്വന്തമായിട്ട് എന്തുണ്ട്, ഒരു MCA നമ്പർ ഉണ്ട്, മോദികെയർ കൺസൾട്ടൻറ്റ് ഓതറൈസേഷൻ നമ്പർ, ഒരു 8 ഡിജിറ്റ് നമ്പർ എനിക്കുണ്ട്. ഞാൻ മോദികെയർ ഷോപ്പിലേക്ക് ചെല്ലുന്നു, ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ നേരത്തെ സംസാരിച്ച ബിയോണ്ട് ബ്ലൂ ഞാൻ വാങ്ങുന്നു. ഈ ബിയോണ്ട് ബ്ലൂ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര രൂപ കൊടുത്തു? 160 രൂപ ഞാൻ കൊടുത്തു. 160 രൂപ കൊടുത്തു, ഞാൻ എൻ്റെ MCA നമ്പർ പറഞ്ഞു കൊടുത്തു. അപ്പോൾ എൻ്റെ MCA നമ്പർ പറഞ്ഞു കൊടുക്കുമ്പോൾ എൻ്റെ MCAയിലേക്ക് തന്നെയാണ് ഈ പ്രൊഡക്റ്റ് ബില്ലാവുന്നത്. ഞാൻ എന്ത് ചെയ്തു? പേയ്മെൻറ്റ് ചെയ്തു. പേയ്മെൻറ്റ് ചെയ്ത് ബില്ല് ചെയ്ത് കഴിയുമ്പോൾ ബില്ല് ചെയ്യുന്ന ആ സ്പോട്ടിൽ തന്നെ എന്ത് ലഭിക്കുന്നു? എനിക്കിതിൻ്റെ ബിസിനസ് വോളിയം, അതായത് ഒരു 80 ബിസിനസ് വോളിയം നമുക്ക് ലഭിക്കുന്നു. ഇത് എങ്ങനെ എത്തിയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ 80 ബിസിനസ് വോളിയം നമുക്ക് ലഭിക്കുന്നു. അതായത് ഞാനൊരു ക്യാഷ് കൊടുത്ത് ബില്ല് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന 80 BV ബിസിനസ് വോളിയം നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ പിന്നെയും ചെയ്ത് 2 ദിവസം കഴിഞ്ഞ് ഇതേ പ്രോഡക്റ്റ് പിന്നെയും വാങ്ങി ഞാനൊരു 160 രൂപ കൊടുക്കുന്നു. ഈ പ്രോഡക്റ്റ് ബില്ല് ചെയ്ത് കഴിയുമ്പോൾ പിന്നെയും 80 ബിസിനസ് വോളിയം എനിക്ക് ലഭിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് ബിസിനസ് വോളിയം ലഭിക്കുന്നത്. ഓരോ ഉൽപ്പന്നം നമ്മൾ ക്യാഷ് കൊടുത്ത് ബില്ല് ചെയ്യുമ്പോഴല്ലേ നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ ക്യാഷ് കൊടുത്ത് പ്രൊഡക്റ്റ് വാങ്ങി വീട്ടിലേക്ക് വന്ന് ഈ പ്രൊഡക്റ്റ് ബില്ല് ചെയ്തിട്ടില്ലെങ്കിൽ അത് നമ്മൾ ബിസിനസ്സായിട്ട് മോദികെയർ കണക്കാക്കിയിട്ടില്ല. സോ ബില്ല് ചെയ്യുമ്പോഴാണ് ബിസിനസ് വോളിയം നമുക്ക് വരുന്നത്. ഇനി ഈ ബിസിനസ് വോളിയം എങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും? എവിടെയാണ് കാണാൻ സാധിക്കുന്നത്? മോദികെയറിൻ്റെ കംപ്ലീറ്റ് ആക്ടിവിറ്റീസും ഓൺലൈനാണ്, സെൻട്രലി മോണിറ്റേർഡ് ആണ്. മോദികെയറിൻ്റെ എല്ലാ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റിലെ ബില്ലിംഗ് ഒക്കെ ഓൺലൈനാണ് അല്ലേ. ഇതൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു സെൻട്രൽ അതോറിറ്റിയാണ് മോദികെയറിൻ്റെ മോദികെയറിൻ്റെ ഹെഡ് ഓഫീസിലാണ് ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നത്. അതായത് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ബില്ല് ചെയ്ത് കഴിയുമ്പോൾ ആ ബില്ല് ചെയ്യുന്ന സ്പോട്ടിൽ തന്നെ എനിക്ക് മോദികെയറിൻ്റെ ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ ഉണ്ട് അല്ലേ. പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിലൊക്കെ നമുക്ക് മോദികെയർ ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ വെബ്സൈറ്റിലും നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ MCA നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ബിസിനസ് വോളിയം നമുക്ക് അവിടെ കാണാൻ സാധിക്കില്ല. ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ബില്ല് ചെയ്ത് കഴിഞ്ഞാൽ 80 ബിസിനസ് വോളിയം ചെയ്തൊരു വ്യക്തിയായിട്ട് എനിക്ക് എന്നെ മോദികെയർ കമ്പനിയിൽ എൻ്റെ ഒരു റെക്കോർഡ് അവിടെ കിടക്കുന്നുണ്ടാവും അല്ലേ. ഞാൻ 80 ബിസിനസ് വോളിയം ചെയ്തു. അങ്ങനെ കളക്റ്റീവ്ലി ഇപ്പോൾ ഈ മാസം ഞാൻ കംപ്ലീറ്റ് ചെയ്ത ബിസിനസ് വോളിയം ഇതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? അടുത്ത മാസം പേയ്മെൻറ്റ് ഡേറ്റിൽ എനിക്ക് ബോണസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. കൂടുതൽ ബിസിനസ് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പ്രൊഡക്റ്റ് ഞാൻ പർച്ചേസ് ചെയ്യുമ്പോൾ കൂടുതൽ ബിസിനസ് വോളിയം വരുന്നു. ആ കൂടുതൽ ബിസിനസ് വോളിയം അനുസരിച്ച് കൂടുതൽ ബിസിനസ് ഞാൻ ചെയ്തു എന്നുള്ളത് മീനിങ് ആവുന്നു. ആ ബിസിനസ്സിൻ്റെ കമ്മീഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണ് എനിക്ക് എന്ത് ചെയ്യുന്നത്? ഷെയർ ചെയ്ത് തരുന്നത് അല്ലേ. അപ്പോൾ കൂടുതൽ ബിസിനസ് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ബിസിനസ് മീൻസ് കൂടുതൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ കൂടുതൽ കമ്മീഷൻ എന്നുള്ളത് അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഓരോ പ്രൊഡക്റ്റിനും അതിൻ്റെ ബിസിനസ് വോളിയം, അതിൻ്റെ MRP, CP, BV, PV എന്താണെന്നുള്ള നമുക്ക് അതിലേക്ക് വരാം. ഇത് 4ഉം ഫിക്സ്ഡ് ആണ്. കമ്പനി ഓൾറെഡി നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട് ഈ 4 പദങ്ങൾ. ഓരോ പ്രൊഡക്റ്റിനും MRP, CP, BV, PV ഫിക്സ്ഡ് ആണ് അല്ലേ. അതിൻ്റെ പ്രൈസ് ലിസ്റ്റ് ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് PDF ആയിട്ട്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ എന്താണ്? ഫിക്സ്ഡ് ആയി കിടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ പ്രൊഡക്റ്റ് ബില്ല് ചെയ്യുമ്പോൾ, അതായത് ഇപ്പോൾ ഞാൻ കൊടുക്കുന്ന വിലയുടെ ആവറേജ് പകുതി BV എനിക്ക് ലഭിക്കുന്നു എന്ന് ഞാൻ ആവറേജ് എടുക്കുന്നു. ഞാൻ ബിയോണ്ട് ബ്ലൂ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് 160 രൂപ കൊടുത്ത് വാങ്ങുമ്പോൾ എനിക്ക് 80 BV എൻ്റെ അക്കൗണ്ടിലേക്ക് ആഡ് ആവുന്നു. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് പകുതി അല്ലെങ്കിൽ 50% എടുക്കാൻ വേണ്ടി പറഞ്ഞത്? അത് മറ്റൊന്നുമല്ല, മോദികെയർ പ്രൊഡക്ട്സിൽ, അതായത് ഞാൻ കൊടുക്കുന്ന വിലയുടെ പകുതി ബിസിനസ് വോളിയമാണ് എനിക്ക് ലഭിക്കുന്നത്. പക്ഷേ എല്ലാ പ്രൊഡക്റ്റും പകുതി ബിസിനസ് വോളിയം അല്ല. മോദികെയർ കമ്പനിയിലെ കംപ്ലീറ്റ് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 20% താഴെ പ്രൊഡക്റ്റുകൾക്ക് അവർക്ക് നമ്മൾ കൊടുക്കുന്ന വിലയുടെ 40% താഴെയാണ് ബിസിനസ് വോളിയം ലഭിക്കുന്നത്. ബാക്കി കംപ്ലീറ്റ് പ്രൊഡക്റ്റിനും 40%-ൻ്റെയും 60%-ൻ്റെയും ഇടയിൽ ബിസിനസ് വോളിയം നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആവറേജ് ഒരു 50% ബിസിനസ് വോളിയം നമുക്ക് ലഭിക്കുന്നു. ഞാൻ എളുപ്പമാക്കി തരാം. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ചിലരൊക്കെ കാണാറുണ്ടല്ലോ, ഒരു റൂമിലേക്ക് ചെല്ലും അല്ലെങ്കിൽ ഒരു ഷോപ്പിലേക്ക് ചെല്ലുമ്പോൾ അവർ പറയും ഇതൊരു 500 സ്ക്വയർ ഫീറ്റ് കാണും അല്ലെ, ഒരു 400 സ്ക്വയർ ഫീറ്റ് കാണും. അപ്പോൾ ഇവർ ഈ കാണുമെന്ന് പറയുമ്പോൾ അവരെന്താണ് ഒരു അസംപ്ഷൻ അല്ലെങ്കിൽ ഒരു ആവറേജ് ആണോ പറയുന്നത് അല്ലേ. കൃത്യമായി അളന്ന് നോക്കിയാൽ ചിലപ്പോൾ 400 ആയിരിക്കില്ല, അതിൽ 450 ഉണ്ടാവും, 350 ഉണ്ടാവുള്ളൂ, പല പ്രൈസ് ആയിരിക്കും, പല റേഞ്ച് ആയിരിക്കും. അപ്പോൾ നമ്മൾ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ആവറേജ്
ആണ് ഈ പറയുന്ന ഈ വ്യക്തികൾ പറയുന്നത്. അതേപോലെ തന്നെ മോദിക്കെയർ ബിസിനസ്സിൽ നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഓരോ പ്രൊഡക്റ്റിനെ കറക്റ്റ് BV ബൈ ഹേർട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ ആണ്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ആവറേജ് 50 ബിസിനസ് വോളിയം എന്നുള്ളൊരു കാര്യത്തിലേക്ക്, ഒരു അസംഷനിലേക്ക്, നമുക്ക് ഒരു ആവറേജിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ മോദിക്കെയർ ഷോപ്പിൽ ചെന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 1000 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്ത് ടേബിളിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ 1000 രൂപയുടെ പല പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, പല പ്രൊഡക്റ്റിനും പല ബിസിനസ് വോളിയം അല്ലേ. അപ്പോൾ ഞാൻ ഈ 1000 രൂപ പ്രൊഡക്റ്റ് എടുത്ത് വെച്ചു എനിക്ക് എന്ത് ചെയ്യാം, എനിക്കൊരു ആവറേജിലേക്ക് എത്താം. അതായത് ഒരു 1000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് 500 ബിസിനസ് വോളിയം ലഭിക്കുന്നു എന്നുള്ളത്. ചിലപ്പോൾ 1000 രൂപ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ചിലപ്പോൾ എനിക്ക് 400 ബിസിനസ് വോളിയം ലഭിക്കുള്ളൂയിരിക്കും. 450 ലഭിക്കാം, 500 ലഭിക്കാം, 550 ലഭിക്കാം, 600 ലഭിക്കാം. കറക്റ്റ് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് എന്ത് ചെയ്യാം, ഒരു ആവറേജ് 500 എന്നുള്ള അസംഷനിലേക്ക് എനിക്ക് എത്താം. ചിലപ്പോൾ ബില്ല് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓരോ പ്രൊഡക്റ്റിനെ BV കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് ബിസിനസ് വോളിയം അറിയാം. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആവറേജ് 50% എന്നുള്ള ആവറേജിൽ നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാം. നമ്മളെ കാര്യങ്ങൾ നടക്കുന്നതിന് അവിടെ തടസ്സം വരില്ല. ഇപ്പോൾ മറ്റൊരു എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ MCA നമ്പർ എൻ്റെ ഒരു സുഹൃത്തിന് കൊടുത്തു, മറ്റൊരു ജില്ലയിലുള്ള സുഹൃത്തിന് കൊടുത്തു. ആ സുഹൃത്ത് പറഞ്ഞ് എൻ്റെ വീടിനടുത്ത് മോദിക്കെയർ ഷോപ്പുണ്ട്, ഞാൻ അവിടെ പോയി പർച്ചേസ് ചെയ്തോളാം, നിൻ്റെ നമ്പർ തന്നേക്കെന്ന് പറയുന്നു. ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുന്നു. അവൻ എന്ത് ചെയ്ത് എൻ്റെ സുഹൃത്ത് പോയിട്ട് ഷോപ്പിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങുന്നു. അപ്പോൾ ഇവൻ എത്ര രൂപക്കുള്ള പ്രൊഡക്റ്റ് വാങ്ങി എന്ന് എനിക്ക് ചോദിക്കാൻ ഒരു മടിയുണ്ട്. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാം, എൻ്റെ ആപ്പിൽ കയറി നോക്കാം. എൻ്റെ ആപ്പിൽ കയറി നോക്കുമ്പോൾ ഒരു 1000 ബിസിനസ് വോളിയം കൂടുതൽ വന്ന് കിടക്കുന്നു കണ്ടു. 1000 ബിസിനസ് വോളിയം എന്ന് പറയുമ്പോൾ എത്ര രൂപ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും? അവൻ ഏകദേശം 2000 രൂപ ഉൽപ്പന്നങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. ഒരു ആവറേജിലേക്ക് എത്തിയില്ല. അതായത് ഞാൻ നിർത്തും 2000 രൂപ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വിലയുടെ പകുതി BV നമുക്ക് ലഭിക്കുന്നു അല്ലേ. അപ്പോൾ 2000 എടുത്ത് വാങ്ങുമ്പോൾ 1000 BV നമുക്ക് കയറുന്നു. അപ്പോൾ ഞാൻ ആപ്പ് എടുത്ത് നോക്കിയപ്പോൾ 1000 BV കയറിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ഏകദേശം 2000 രൂപ പ്രൊഡക്റ്റ് എൻ്റെ സുഹൃത്ത് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ 2100 ആയിരിക്കാം, ചിലപ്പോൾ 1900 ആയിട്ടുണ്ടാവുള്ളൂ. നെവർദലെസ് എന്തായാലും എന്ത് ചെയ്യാം, ഒരു 2000 എന്നുള്ള ആവറേജിലേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇതാണ് BV എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു BV വെച്ചിട്ടാണ് നമ്മുടെ ബിസിനസ് കമ്പനി അളക്കുന്നത്. ഈ BV വെച്ചിട്ടാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ബോണസ് വരുന്നതും എല്ലാ കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സോ ബിസിനസ് വോളിയം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ടേമിലേക്ക് കടക്കാം. ദാറ്റ് ഇസ് PV, പോയിന്റ് വാല്യൂ. ബിസിനസ് വോളിയം, പോയിന്റ് വാല്യൂ, ഇത് രണ്ടും ആക്ച്വലി സെയിം ആണ്. രണ്ടും ഒന്ന് തന്നെയാണ്. പിന്നെ എന്തിനാണ് രണ്ട് പദങ്ങൾ ഉപയോഗിച്ച് വെറുതെ കൺഫ്യൂഷൻ ആക്കണം? ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ പോരെ. നമുക്ക് വരാവുന്ന ന്യായമായ ഒരു സംശയം തന്നെയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞത്. പക്ഷേ ഇത് നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മളിത് അറിയാതെ ചെയ്യുന്നുണ്ട്. കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഒരു എക്സാമ്പിൾ നമുക്ക് ഇപ്പോൾ നമ്മളൊരു 1000 മീറ്ററിനെ നമ്മൾ എന്ത് പറയുന്നുണ്ട്, 1 കിലോമീറ്റർ എന്ന് പറയുന്നുണ്ട് അല്ലേ. 1000 ഗ്രാമിന് എന്തെന്ന് പറയാറുണ്ട്, 1 കിലോഗ്രാം എന്ന് പറയാറുണ്ട് അല്ലേ. 60 മിനിറ്റിന് നമ്മൾ എന്ത് പറയാറുണ്ട്, 1 മണിക്കൂർ എന്ന് പറയാറുണ്ട്. ഇനിയിപ്പോൾ വീട്ടമ്മമാർക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് 8 ഗ്രാം സ്വർണ്ണത്തിന് എന്തെന്ന് പറയും, 1 പവൻ എന്ന് പറയും അല്ലേ. 16 ഗ്രാം സ്വർണ്ണത്തിന് എന്തെന്ന് പറയും, 2 പവൻ എന്ന് പറയും അല്ലേ. പക്ഷേ 8 ഗ്രാമും 1 പവനും വേറെയാണോ? രണ്ടും സെയിം തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ ഒരു പവൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് പദങ്ങളാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഒന്നും കൂടി റിവൈസ് ചെയ്ത് നോക്കാം. നമ്മൾ ഒരു 1000 മീറ്ററിനെ 1 കിലോമീറ്റർ എന്ന് പറയുന്നു. 1000 ഗ്രാമിനെ 1 കിലോഗ്രാം എന്ന് പറയുന്നു. 60 മിനിറ്റിനെ 1 മണിക്കൂർ എന്ന് പറയുന്നു. 27 ബിസിനസ് വോളിയം 1 PV എന്ന് പറയുന്നു. ഇത്ര ഉള്ളൂ കണക്ഷൻ. നമ്മൾ തിരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിലോ 1 PV എന്ന് പറഞ്ഞാൽ എന്താണ്, 27 ബിസിനസ് വോളിയമാണ് അല്ലേ. 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എന്താണ്, 60 മിനിറ്റാണ്. 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാമാണ്. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്ററാണ്. ഇത് രണ്ടും സെയിം ആണ്. പക്ഷേ അതിൻ്റെ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാൻ എളുപ്പത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. സോ ഇവിടെ മോദിക്കെയറിൽ PV BV തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു 27 അല്ലേ. 8 ഗ്രാമിനെ 1 പവൻ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ 27 BVയെ 1 PV എന്ന് പറയുന്നു. ഇത് മാത്രം നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ അത് കണക്കൂട്ടാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മൾ ഈ BV ആണുള്ളതെന്നുണ്ടെങ്കിൽ BV നമ്മുടെ കയ്യിലുണ്ട്. PV കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, BV ഡിവൈഡഡ് ബൈ 27 ചെയ്താൽ നമുക്ക് PV കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ BV ആണ് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, PV ഇൻറ്റു 27 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നു, നമുക്ക് BV കിട്ടുന്നു. അപ്പോൾ ഈ ഒരു സിമ്പിൾ ഫോർമുല നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് ബൈ ഹേർട്ട് പോലും ചെയ്യേണ്ട. നിങ്ങളുടെ 2 പ്രൊഡക്റ്റിൻ്റെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങളിത് ബൈ ഹേർട്ട് പഠിക്കുന്നതാണ്. സോ ഇത്രേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ബിയോണ്ട് ബ്ലൂ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്, ഇതിൻ്റെ ബിസിനസ് വോളിയം 80 ആണ്. അപ്പോൾ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് സ്വയം നോക്കിയോളൂ. 80 ബിസിനസ് വോളിയം ഉള്ള പ്രൊഡക്റ്റിൻ്റെ ബിസിനസ് വോളിയം നമ്മളുടെ കയ്യിലുണ്ട്. PV എത്രയാണെന്നുള്ളത് നിങ്ങളൊന്ന് കണക്കൂട്ടി
നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈൻ്റെ അടുത്ത് വിളിച്ചൊന്ന് കൺഫേം ചെയ്യുക, ഈ പ്രൊഡക്റ്റ് PV ഇതല്ലേ എന്ന് ചോദിക്കുക. ശരിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാര്യം പഠിച്ചിരിക്കും എന്നുള്ളത് ആണ് അവിടെ മീനിങ് ആവുന്നത്. സോ ഇതാണ് പോയിന്റ് വാല്യൂ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ടേംസ് GPV ആൻഡ് GBV. ഗ്രൂപ്പ് പോയിന്റ് വാല്യൂ ആൻഡ് ഗ്രൂപ്പ് ബിസിനസ് വോളിയം. ഈ രണ്ട് പദങ്ങളും ഈ പറഞ്ഞ പോലെ PVയും BVയും സെയിം അല്ലേ. പിന്നെ രണ്ടിനും ആദ്യം വന്നിരിക്കുന്ന ഗ്രൂപ്പ് എന്താണ്? ഗ്രൂപ്പ് മീൻസ് ഞാനും എൻ്റെ ടോട്ടൽ ഗ്രൂപ്പിൽ നടന്നിരിക്കുന്ന ബിസിനസ് അല്ലേ. ഇപ്പം ഞാൻ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒരു 3000 ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ടീമിൽ എല്ലാവരും അവരുടെ വീട്ടിലേക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇതുവഴിയൊക്കെ എന്ത് ചെയ്യുന്നു, ഓരോ പ്രാവശ്യം പർച്ചേസ് ചെയ്യുമ്പോൾ അവിടെ ബില്ലിങ് നടക്കുന്നുണ്ട്. ബില്ലിങ് നടക്കുമ്പോൾ എന്ത് വരുന്നുണ്ട്, അവിടെ ബിസിനസ് വോളിയം ആഡ് ആവുന്നുണ്ട്. ഈ ബിസിനസ് വോളിയം എൻ്റെ ടീമിൽ അവിടെ ഇവിടെ ബിസിനസ് വോളിയം വരുന്നുണ്ട്. ഇതൊക്കെ കൂടി എത്ര ബിസിനസ് വോളിയം ആയി എന്നുള്ളത് ഉദ്ദേശിക്കുന്നതാണ് ഗ്രൂപ്പ് ബിസിനസ് വോളിയം. ആ ഗ്രൂപ്പ് ബിസിനസ് വോളിയം തന്നെ എന്താണ്, ഗ്രൂപ്പ് PV അല്ലെ. ഗ്രൂപ്പ് ബിസിനസ് വോളിയം ഡിവൈഡഡ് ബൈ 27 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് PV ലഭിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് മോദിക്കെയറിൽ അടിസ്ഥാനമായിട്ട് വേണ്ട പദങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. MRP പഠിച്ചു, CP പഠിച്ചു, ബിസിനസ് വോളിയം എന്താണെന്ന് മനസ്സിലാക്കി, PVയും ബിസിനസ് വോളിയം കണക്ഷനും PV എന്താണെന്നും പഠിച്ചു. ആൻഡ് ഓൾസോ GBVയും GPയും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഓക്കെ, വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുള്ളൂ. അതോടൊപ്പം തന്നെ നിങ്ങളിനി ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിലുള്ള കുറച്ച് പ്രൊഡക്റ്റ്, 2-3 പ്രൊഡക്റ്റ് എടുത്തിട്ട് അതിൻ്റെ MRP, CPയും BVയും PVയും ഒന്ന് എഴുതി നോക്കി കഴിഞ്ഞാൽ ഒരു 3 പ്രൊഡക്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഈ കാര്യം വളരെ എളുപ്പമായി. അതോടൊപ്പം തന്നെ മോദിക്കെയറിൻ്റെ ഭാഷ നിങ്ങൾ ഏറ്റവും അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കുന്ന ഭാഷ നിങ്ങൾ പഠിച്ചും കഴിഞ്ഞു. സോ നിങ്ങൾക്ക് വീഡിയോ എളുപ്പമായി ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ അതോടൊപ്പം തന്നെ കമൻസ് ആണ് എനിക്ക് ഈ വീഡിയോസ് ചെയ്യാനുള്ള കൂടുതൽ എനർജി നൽകുന്നത്. സോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഓൾസോ വീഡിയോ നിങ്ങളുടെ ടീം അംഗങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഉണ്ടായിരുന്ന സൽമാൻ സൈനിങ് ഓഫ്. ബൈ ബൈ. ഗുഡ് മോർണിംഗ്.